എന്തായാലും നമുക്ക് ആ പെണ്ണിൽ ഒരു അപരാധവും പറയാനില്ല. പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ആരോ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇന്നലെയും അൽമയും വിഷ്ണുനാഥും കുറെ പൂച്ചകളും പട്ടികളും ഉള്ള ഈ വീട്ടിൽ നേരം പുലർന്നു. അൽമയ്ക്ക് സോഷ്യൽ മീഡിയ ചാനലുകളിലായി അനവധി ഫോളോവേഴ്സ് ഉണ്ട്, ലക്ഷക്കണക്കിന്. ദീർഘകാലം പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അവർക്ക് 9 വർഷങ്ങളായിട്ടും മക്കളില്ല. നെയ്യാറ്റിൻകര വ്ളാത്താങ്കര ഗ്രാമത്തിൽ നടക്കിയ വാർത്ത പുറലോകം അറിഞ്ഞത് വിഷ്ണുനാഥ് പുറത്തു വന്ന് പറയുമ്പോൾ മാത്രമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട അൽമ ഇനി ജീവനോടെ ഈ വീട്ടിൽ ഇല്ല എന്ന് ഓറിയോൺ എന്ന അൽമയുടെ ഈ പൂച്ചക്കുട്ടിക്ക് മനസ്സിലായി കാണുമോ? അൽമയെ ഇന്നലെ അവസാനിപ്പിക്കണമെന്ന് വിഷ്ണുനാഥിനെ തോന്നിപ്പിച്ച ആ സംഭവം എന്ത്? PSC കോച്ചിങ് സെന്ററിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അയാൾ കണ്ട കാഴ്ചയെന്ത്? നാട്ടുകാരിൽ മിക്കവാറും എല്ലാവരും ശരിക്കും പറഞ്ഞ സ്തംഭിച്ചു നിൽക്കുകയാണ്. അൽമയും വിഷ്ണുനാഥും ശരിക്കും അവരുടെ റോൾ മോഡൽസ് ആയിരുന്നു. അവർ ചക്കരയും ഈച്ചയും പോലെ ആയിരുന്നു. പിന്നെ എന്താണുണ്ടായത്? പലവട്ടം ഞാൻ പറഞ്ഞു നിർത്തിക്കോളാൻ, നീ കേക്കില്ലേ അല്ലേ? ഇവരെ കുറിച്ച് അറിയാവുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും പ്രശ്നം, വഴക്ക്? ഇതൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. നമ്മൾ കേട്ടിട്ടുമില്ല. നടന്നിട്ടോ ഇല്ലയോ എന്നല്ല. അതിനകത്ത് വിളിച്ചാൽ ഇവരറി വിളി കേൾക്കില്ല, ഒന്നും ചെയ്യില്ല. നമ്മളായിട്ട് സഹകരണം ഒന്നുമില്ലേ? വലിയ സഹകരണം. പിന്നെ ഇവളുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരു കൊച്ചിന് അങ്ങനെ അഴുക്ക സ്വഭാവമില്ല. ആരെങ്കിലും വന്നാൽ പോലും അവൾ ആരോടും മിണ്ടൂല്ല. അത് ഉറപ്പാണല്ലേ? ഒരു വേള ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നാം ക്ഷമിച്ചിറങ്ങിപ്പോയാൽ വലിയ കയ്യബദ്ധം പറ്റില്ല. വിഷ്ണുനാഥും നല്ലവനാണ്, അൽമയെപ്പോലെ. പ്രേമിച്ചാലും ഒരുമിച്ച് ജീവിച്ചാലും മനുഷ്യർ വീണ്ടും ഒരുപക്ഷെ അപരിചിതരായേക്കാം. നമ്മൾ കൊല്ലാനും ചാവാനും പോണ്ടായിരുന്നു. ജീവിക്കാൻ അനുവദിക്കൂ. അങ്ങനെ സ്വഭാവത്തിന് ഇനി 1 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല എന്നല്ലാതെ അവളിന് വേറെ ആര് വന്നാലും അവൾ ഗേറ്റ് പോലും തുറക്കില്ല. അങ്ങനെയുള്ള ഒരു തെറ്റുമില്ല. അവളൊരു തെറ്റൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഇത്. പക്ഷേ ഇയാൾക്ക് എന്തോ സംശയമുണ്ട്. അങ്ങനെ ആരും പൊതുദർശനത്തിനു ശേഷം അൽമയുടെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അൽമയെ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് അത് തീരാവേദനയാണ്. അല്ല മറ്റേ സംശയമാണ് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. കാരണം ദീർഘകാലം പ്രണയിച്ചവരാണ് അവർ. അയാൾക്ക് സഹിക്കാവുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അത് കടന്നപ്പോൾ ഇങ്ങനെ എന്തോ ചെയ്തു എന്നൊക്കെയാണ് പറയണത്. ന്യായീകരണമല്ല, പക്ഷെ ഇങ്ങനെയാണ് അവൻ പറയുന്നത്. പക്ഷേ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് എനിക്ക് പറയാനില്ല. എന്തെന്നറിയാം, അങ്ങനെയാണ് ഇത്. ആൾക്കാരുടെ സംസാരം അവൾ കേട്ടിട്ട് ഇവനുമായിട്ട് വല്ലതും സംസാരിച്ചിരിക്കും, അല്ലാതെ വരാൻ വഴിയില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? വഴക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അല്ല അമ്മ, ഇന്നാളെ സംഭവം നടക്കുന്ന ദിവസം, അതായത് ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി നമ്മൾ 9 മണിക്ക് മുമ്പ്, ഈ 9 മണിക്ക് മുമ്പ് ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തോ എടുത്തെറിയലോ ഒക്കെ നടന്നിരിക്കുന്നു. കാണുമ്പോ അറിയാം. ഇവിടെ ഞാൻ കയറിയില്ല, കാണുമ്പോ അറിയാം. മാത്രമല്ല, ഈ ആക്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുത്തൊന്നും അല്ല, വെട്ടുകളാണ്. വെട്ടും കുത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിരലറ്റ് കണ്ടു വിരലറ്റ് കിടക്കുകയാണ്. അപ്പം ഇത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മേ ബി തറവാടി എന്ന് തന്നെ പറയാം ഈ നാട്ടിൽ. അവർക്കെന്തോ അഡ്വക്കേറ്റിൻ്റെ മകനാണ്, സ്കൂളിൽ ഷെയറുണ്ട്, ഈ നാട്ടിലെ പ്രധാനികളാണ്. ആ കുടുംബത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ, അയൽവക്കക്കാർ ഒക്കെ പറയുന്നതാണ് നമുക്കറിയാൻ കഴിയുക. ഇവിടെ ഈ വ്ളാത്താങ്കര സ്കൂള് ഇതിവിടെ വരാൻ, അല്ലെങ്കിൽ വ്ളാത്താങ്കര സ്കൂള് ഈ നാട്ടിലേക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ വിഷ്ണുനാഥിൻ്റെ കുടുംബമായിരുന്നത്രേ. വിഷ്ണുനാഥിൻ്റെ കുടുംബത്തിലെ കാരണവർ അത്രയ്ക്ക് പേരുകേട്ടവരായിരുന്നു. നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യം എന്തോ അവനും അങ്ങനെയാണ്. ഇത് എനിക്ക് തോന്നുന്നത്, ഞാൻ രഹസ്യമാണ് പറയുന്നത്, ഇവള് അങ്ങനെയുള്ള വൃത്തികെട്ടവളല്ല. രണ്ടാമത് ഇവളെ വൃത്തികേട് പറഞ്ഞ് പഠിപ്പിച്ചു വേറൊരാൾ പാറ്റി. അങ്ങനെ സംഭവിച്ചതാണിത്. പറഞ്ഞ പറ്റ ഇവക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവക്ക് ഏതുണ്ടാവും പറഞ്ഞ മനസ്സിൽ പ്രേരണ അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പല കേസുകളും ഇതുപോലെ
പല കേസുകളും ജീവൻ എടുക്കണമായിരുന്നോ? മേ ബി അങ്ങനെ ആണെങ്കിൽ കൂടി ഞാനിത് പറഞ്ഞുതരാം. ജീവൻ എടുക്കണോ എന്ന് ചോദിച്ചാൽ അവളുടെ സമയം അടുത്തു. രണ്ടാമത് ഇവൻ അതിൻ്റെ പ്രതിയാകണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈശ്വര ഇതാണ് ഒരു നിയോഗം വന്നുവാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിവിടെ നടക്കരുത്, അല്ലെങ്കിൽ ഇത് നടക്കരുത്. ഇന്നത് ചെയ്തു എങ്കിലും 4-5 ദിവസത്തേക്ക് ഞാൻ മുകളിൽ വെള്ളം കോരാനൊക്കെ കയറുമ്പോഴേ പച്ചക്കറിയുണ്ട് മുകളിൽ കയറുമ്പോഴേ അവൻ വെളിയിലിറങ്ങും. ഉടനെ അവളും വന്ന് വെളിയിലിറങ്ങി വണ്ടിയിൽ കയറി അവനെ യാത്രയാക്കി വിട്ടിട്ട് അവൾ വീട്ടിൻ്റെ അകത്ത് കയറും. അത്ര സ്വരുമിപ്പ് വന്ന കാലം തൊട്ട് ശ്രദ്ധിക്കും. അമ്മ സ്വരൂപാണോ അതേ ഓവർ ശ്രദ്ധയാണോ? ഒരുപാട് ശ്രദ്ധ. ഇല്ല, അവളെ സ്നേഹിച്ച് ആണ് അങ്ങനെ അവനെ വഴി യാത്ര അയക്കണത്. അതാണ് ഞാൻ പറയുന്നത്, വല്ലവരും കൊത്തിയെടുത്ത് പറക്കുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ രണ്ട് കുടഞ്ഞെട് മഴ വരണം. കുടഞ്ഞെട് നനയും. അപ്പം എന്തായാലും നമുക്ക് ആ പെണ്ണിൽ ഒരു അപരാധവും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇവളെന്തോ ആരോ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇവനെ പറ്റി എന്തോ പറഞ്ഞു, ഇവന് വേറെ പെണ്ണുണ്ട്, ഇങ്ങനെ കളയും എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. ഓ അങ്ങനെ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോഴിത് ഇവള് വന്ന് ഇവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തായാലും ഒരു മാനസികമായിട്ട് അകന്നു. ഇതിപ്പം വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 10 വർഷമായോ? 10 വർഷം വരില്ല അല്ലേ? 9 വർഷമാവും. ഈ 9 വർഷമായിട്ട് അവരിവിടെ തന്നെ അല്ലേ താമസിക്കുന്നത്? അപ്പൊ നമുക്ക് 1 വർഷം അവിടെ കുടുംബ വീട്ടില. അത് നമുക്കറിയാലോ അവരെ. നമ്മളുമായിട്ട് അത്ര കൂടുതലൊന്നും അറിയില്ല, അടുപ്പമില്ല. നമ്മളെ തെറ്റിക്കാൻ അവരുമായിട്ട് നമ്മൾ കമ്പനിയാണ്. മനസ്സിലായില്ലേ? അത് തെറ്റിക്കാൻ കരുതിയിട്ട് ഈ പാർട്ടി അവളെ പറഞ്ഞ് ധരിപ്പിക്കും. അടുപ്പിക്കരുത്, മറ്റതാണ്, അവൻ മറ്റവനാണ് എന്നുള്ള ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യില്ല. നമുക്ക് കേൾക്കാത്ത പോലെ നമ്മളതിന് പോകുമെങ്കിലേ നമുക്ക് അതിൻ്റെ ഇതുണ്ടാവും. അല്ല മാത്രമല്ല നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെ ജീവിക്കാനേ പറ്റൂ. ഗ്രാമങ്ങളാവുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വെറുതെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് പ്രധാനം ആ പാർട്ടി ഇന്നില്ല ഇവിടെ, ഇന്നില്ല. എവിടെ കുത്തിത്തിരിപ്പുണ്ട്. അതിൻ്റെ പ്രധാന കണ്ണി ഇവൻ തന്നെയാണ്. ആ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബം തൊലഞ്ഞു. അല്ലാതെ മോശം പറയാനൊന്നും തന്നെ ഇല്ല, നമുക്കില്ല. അതെ. വിഷ്ണുനാഥിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ എല്ലാം ഉണ്ടെന്ന് പോലീസ് പറയുന്നു. എന്തായാലും സ്നേഹിച്ചു കൊതി തീരാതെ ജീവിതം അവസാനിപ്പിച്ചവർ വല്ലാത്ത കഷ്ടമായിപ്പോയി.